ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവില്ല, ഇന്ന് ചിങ്ങമാസം 1. ഓണമൊക്കെ അടുത്ത് വരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടല്ലോ. ഇവിടെ വളരെ സന്തോഷത്തിൽ, വളരെ ഹൈ എനർജിയിലിരിക്കുവാണ്. ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. സെവൻ ഓഫ് കപ്സിന്റെ എനർജി, ക്യൂൻ ഓഫ് വാൺസ്, നയൻ ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് സോഡ്സ്, ടെൻ ഓഫ് വാൺസ്, കിങ് ഓഫ് കപ്സ്, സ്റ്റാർ. എന്താ വേണ്ടത്? വളരെ വളരെ നല്ല ഹൈ എനർജിയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജി. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഹൈ എനർജി തന്നെയാണ്. നിങ്ങൾ എന്തോ ഇന്ന് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം തുടക്കം കുറിക്കാനും ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ മനസ്സങ്ങനെ തിടുക്കം കൂട്ടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ കടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ജേതാവാകുന്നു എന്നുള്ളതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ്, അതുവഴി സന്തോഷത്തിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നു. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാം, പുതിയ ഓർണമെന്റ്സ് വാങ്ങിക്കാം, ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ വിവാഹത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുടേതായ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നു. ഇന്ന് നിങ്ങൾ പല കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡെത്താണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരികയാണ്. നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഇന്ന് സാധിക്കും എന്നുള്ളത്. കാരണം അതുപോലെ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നമുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരുപാട് സാമ്പത്തികത്തിലേക്ക് നോക്കിയിരിക്കുന്നു, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. കാരണം കിങ്ങല്ലേ ഹൈ എനർജിയിലേക്ക് വരുന്നു. ചിലപ്പോൾ ജോലിയിൽ നിന്നുള്ള സാമ്പത്തികം ലഭിക്കാനുള്ള സമയമായിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അവരെ സഹായിക്കുന്നതുമാകാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സമ്പത്തിൻ്റെതായ എനർജിയാണ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാവാം ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി. അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ, കുറേ അധികം സാമ്പത്തികത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടെയും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് വരാനും സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആരൊക്കെയോ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. ആകപ്പാട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വയം കൂട്ടിക്കെട്ടിയിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, ഞാനൊരു ഫെയിലുവാണ് എന്നൊക്കെ
ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മെന്റലി നിങ്ങൾ ഒന്ന് ഡൗൺ ആയിരിക്കണം, എനർജി ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളിവിടെ ശാരീരികമായിട്ട് അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന്റെ ശക്തി കൂടി ഇവിടെ വളരെയധികം പ്രധാനമാണ്. മനസ്സിലായി? മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്തുമ്പോഴാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് വൈബ് ഉയരുന്നത്. ഇവിടെ കണ്ടില്ലേ, ആ പാടെ ഡൗൺ ആണ്, എനർജി ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ കഴിയുന്നു. മനസ്സിലായി? പിന്നെ ശൂന്യതയിലാണ് പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് തിരിച്ചറിയണം. മനസ്സിലായി? അല്ലാതെ എപ്പോഴും ഭീരുവാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. മനസ്സിലായി? ഞാനൊരു വിജയി ആത്മയാണ്, വിജയം എനിക്ക് എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, അനുനിമിഷം ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എല്ലായ്പ്പോഴും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം ഞാൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. മനസ്സിലായി? ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ സമൃദ്ധിയാണ് എന്നൊക്കെ പറയണം. എന്നാൽ മാത്രമേ ചില ബന്ധങ്ങളിൽ നിന്നും ചില ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കൂ. ഒരുപാട് ബന്ധങ്ങളിലേക്ക് അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബന്ധനം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒന്നിനോട് ഓവറായിട്ട് അറ്റാച്ച്മെന്റ് പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ചേമ്പിലയിലെ വെള്ളം പോലെ ആയിരിക്കണം ബന്ധങ്ങളെന്ന്. അവിടെയും മനസ്സിലാക്കണം, ഇവിടെയും മനസ്സിലാക്കണം. അല്ലാതെ കൂടുതലായിട്ടൊരു ഒട്ടൽ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒത്തിരി വിഷമത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത സാഹചര്യം വരുന്നതൊക്കെ അങ്ങനെയാണ്. അല്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല. മനസ്സിലായോ? ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്കൊരു ദുഃഖം തരുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് നിങ്ങളിലേക്ക് സാഹചര്യം വരും. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ സൈലൻസിൽ നിന്ന് നിങ്ങൾക്കൊരു സക്സസിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സാഹചര്യം നിങ്ങളെ തേടി വരും. അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആ സാഹചര്യം നിങ്ങൾക്ക് നല്ലതാവുന്നു, അവസരങ്ങൾ നിങ്ങളെ തേടി വരും. എന്തിനുള്ള അവസരങ്ങളാണ്? ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലുള്ള അവസരങ്ങളാവാം, പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടക്കാനുള്ള അവസരങ്ങൾ, പുതിയ ബിസിനസ് കാര്യങ്ങൾ. ഇവിടെ പുതിയ ബിസിനസ് എന്തോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിന്റെ എനർജി, ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി. പുതിയ യാത്രകളാവാം. ഇന്നത്തെ ദിവസം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര തുടങ്ങാനാവാം, അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്ന ദിവസമാകാം എന്തിനെങ്കിലും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് കടക്കുന്ന ദിവസമാകാം, പുതിയ ചില എക്സാമിനേഷനുകൾ എഴുതുന്നതായിരിക്കാം, ഇന്റർവ്യൂസിന് പോകുന്നതായിരിക്കാം, യാത്രകൾ കൂടുതലായിട്ട് നടത്തുന്നതാവാം, ചിലപ്പോൾ വിദേശത്തേക്കാവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ടും ആവാം. എന്തായാലും നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം തീരുമാനിച്ച ഒരു കാര്യത്തിലേക്ക് ഇവിടെ കടക്കുന്നു. അതുപോലെ അധികം ആവേശത്തോടുകൂടി വിചാരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് ഇവിടെ ഏസ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സും വന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നു. നിങ്ങൾക്ക് യാത്രകൾക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നു, പുതിയ ജോലിയിലേക്ക് കടക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യതകളാണ്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായോ കാര്യം? എന്നാലേ നിങ്ങൾക്ക് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയിലേക്ക് വരാൻ പറ്റൂ. മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ മറികടന്ന് വേണം വരാൻ. ഇവിടെ അതുപോലെ 10 ഓഫ് വാൻസ് ഉണ്ട്. നിങ്ങളുടെ തലയിൽ ഒരുപാട് ഭാരമുള്ള ആൾക്കാരുണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഒന്ന് തീർക്കണം എന്ന് വളരെയധികം ആഗ്രഹത്തോടു കൂടി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഇവിടെ. എനിക്കിതൊന്ന് തീർത്ത് വെച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അങ്ങനെ ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കത് തീർക്കാനുള്ള സാധ്യതയാവാം. അത് തീർത്ത് വയ്ക്കാൻ സാധിക്കാൻ ചിലപ്പോൾ കമ്പനികളിലെ അല്ലെ ഓഫീസിലെ കാര്യങ്ങളാവാം. ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, ഓഫീസിൽ വർക്ക് ഉണ്ടാവാം. ഇന്ന് തീർത്ത് വയ്ക്കേണ്ടതായ വർക്കുകളൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളതിൽ എടുത്ത് നിങ്ങൾക്ക് അതിനെ തീർത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ടായിരിക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തി നേടാൻ കഴിയുന്നു എന്നുള്ളതാവണം. മനസ്സിലായോ? ഇനി ഇവിടെ അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെ കാര്യത്തിന് മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ. മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അത് സാധിക്കണം.
ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സാധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സാധിച്ചേ അടങ്ങിയിരിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഒന്നുമില്ല, എന്തെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം, ഒരു സന്ദർഭത്തിന് വേണ്ടിയാവാം. ഇവിടെ എനിക്കത് ലഭിക്കണം എന്ന് കരുതിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ഏതൊരു കാര്യവും നേടിയെടുക്കണമെങ്കിൽ നമുക്ക് സിൻസിയറിറ്റി അത്യാവശ്യമാണ്. മനസ്സിലായി? സിൻസിയറിറ്റി, ഹോണസ്റ്റി, കൺസിസ്റ്റൻസി, ഇതെല്ലാം അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒരേ സമയത്ത് തുടർച്ചയായിട്ട് ഒരേ സമയത്ത് തുടങ്ങി വയ്ക്കുക. എനിക്കത് ലഭിക്കുമെന്ന് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഒരു ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്, ഇത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അനുവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ സ്റ്റാറിന്റെ എനർജിയാണ്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്, ഇവിടെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളൊരു ഹൈ എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു വിജയത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കാൻ പോകുന്നു, അതിനുള്ള അവസരങ്ങൾ വരുന്നു എന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായി? അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാറായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുന്നു. എന്ത് കാര്യത്തിൽ നിങ്ങളിവിടെ ഏർപ്പെട്ടിരിക്കുന്നുവോ, യാത്രകളിലാണോ, ബിസിനസ്സിലാണോ, അല്ല മറ്റേ കുടുംബ സംബന്ധമായ കാര്യങ്ങളിലാണോ, അവിടെ ഏത് കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അവിടെ നിങ്ങൾക്കിന്ന് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു, നിങ്ങൾക്കൊന്ന് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് കൊണ്ട് എടുക്കാവേ. ഇവിടെ ടേണിങ് ഇന്നാണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ ഉള്ള ആ ഒരു എനർജി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്ന് തൊട്ട് മെഡിറ്റേഷൻ ഒന്ന് തുടങ്ങാം. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ട വഴി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെയുള്ള വഴിയല്ല, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇനി പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു. കാരണം ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടിയിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നു ഒരു പുതിയ വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട്. ഒരു വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം. അതിനായിട്ട് ഇനി അതുമല്ല, മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യവും ആവാം, അതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യവും ആവാം. ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ്, കണ്ടില്ല? ഇവിടെ അതുപോലെ തന്നെ ഒരു കൂടിച്ചേരൽ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി കൂടിച്ചേർന്ന് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അപ്പൊ ഈ ഒരു സമയം തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാനുള്ള സമയമാണ്. മനസ്സിലായി? അതാണ് ജീവിതത്തിന്റെ ഒരു പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായി പുതിയൊരു സന്തോഷകരമായ ലൈഫിലേക്ക് നീങ്ങാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അബണ്ടൻസ് ആണ്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, എന്തിനു വേണ്ടിയുള്ള അബണ്ടൻസ് ആണ് ഇവിടെ. ഈ ഒരു അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്നത്. ഒരു സമൃദ്ധി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും സമൃദ്ധിയാണ്. സ്നേഹത്തിനും സമൃദ്ധി, സാമ്പത്തിക സമൃദ്ധി, മറ്റ് ഐശ്വര്യങ്ങളുടെ ഒക്കെ സമൃദ്ധി, ഡ്രസ്സ്, ഓർണമെന്റ്സ്, അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളുടെ എന്തിൻ്റെ സമൃദ്ധി വേണോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്കൊരു സമൃദ്ധി വരാൻ പോകുന്നു. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. പുതിയൊരു വഴിത്തിരിവ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പുതിയ വഴിത്തിരിവിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഐ ആം അബണ്ടന്റ് എന്നുള്ള അഫർമേഷനാണ് നിങ്ങൾ ഇന്ന് പറയേണ്ടത്.
ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. മനസ്സിലായോ? ഈ ഒരു അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എനർജിയെ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലാണ് അബണ്ടൻസ് എപ്പോഴും ഉള്ളത്, പുറത്തല്ല. പുറത്തെങ്ങും തേടേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധ നല്ലതുപോലെ കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ മനസ്സിൽ നിന്നും വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു എനർജിയിലേക്ക് വരാൻ കഴിയുന്ന, അബണ്ടൻസിന്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ് എല്ലായ്പ്പോഴും നിങ്ങൾക്കിത് പറയാവുന്നതാണ്. വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ചേഞ്ച് ആണ്. ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. നമ്പർ 10 ആണ് വന്നിരിക്കുന്നത്. 1 തുടക്കം, ഒരു നല്ല ഒരു തുടക്കം ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ കണ്ടില്ല, വഴിത്തിരിവ് വരികയാണ്, അബണ്ടൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എനർജി തന്നെയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡ് കണ്ടില്ല, ഉയർച്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോസിറ്റീവ് എനർജി ഒന്ന് ക്ലെയിം ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.